പ്രവചനാതീതമോ എന്നുള്ളതാണ് ചോദ്യം. സുനിൽ, പ്രവചനാതീതമാണോ? പ്രവചനാതീതമാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രാവിലെ 100 സീറ്റ് എന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. മാത്രമല്ല 5 ജില്ലകളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കും, 5 ജില്ലകൾ CPM എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. ആ 5 ജില്ലകൾ നോക്കിയപ്പോൾ എറണാകുളം, ഇടുക്കി, മലപ്പുറം, അതുപോലെ തന്നെ പത്തനംതിട്ട, വയനാട് ജില്ലകളാണ്. ഈ ജില്ലകളിലായി 43 സീറ്റുകളാണുള്ളത്. നിലവിൽ തന്നെ ഈ 43 സീറ്റിൽ 25 സീറ്റ് UDFൻ്റേതാണ്. 18 സീറ്റ് മാത്രമാണ് LDFൻ്റെ പക്ഷത്തുള്ളത്. ആ സീറ്റുകളാണെങ്കിൽ മാനന്തവാടി, താനൂർ, തവനൂർ, പൊന്നാനി, കളമശ്ശേരി, വൈപ്പിൻ, അതുപോലെ തന്നെ കൊച്ചി, കുന്നത്തുനാട്, കോതമംഗലം, ദേവികുളം, ഉടുമ്പൻചോല, ഇടുക്കി, പീരുമേട്, തിരുവല്ല, അതുപോലെ റാന്നി, കോന്നി, ആറന്മുള, അടൂർ. അപ്പോൾ ഈ മണ്ഡലങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ തിരുവല്ലയിൽ മാത്യു ടി തോമസാണ്. അവിടെ ആ മണ്ഡലം പിടിക്കും എന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. എത്രത്തോളം അത് ശരിയാകുമെന്ന് തോന്നുന്നില്ല. ആറന്മുളയിലാണെങ്കിൽ വീണ ജോർജും അബിൻ വർക്കിയുമാണ്. കുമ്മൻ രാജശേഖരനുണ്ട്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. റാന്നിയിൽ പ്രമോദ് നാരായണനാണ്. കോന്നിയിൽ KU ജനീഷ് കുമാറാണ്. അടൂരിൽ ഒരുപക്ഷെ അടൂർ മണ്ഡലം പിടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഇങ്ങനെ മണ്ഡലങ്ങൾ ഓരോന്ന് വെച്ച് പരിശോധിക്കുമ്പോൾ ഈ 18 മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ 4-5 മണ്ഡലങ്ങൾ UDF പിടിച്ചാൽ പോലും പ്രതിപക്ഷ നേതാവിൻ്റെ കണക്കുകൾ എത്രത്തോളം ശരിയാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള ഒരു വോട്ട് ശതമാനം വെച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യമാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനം വെച്ച് നോക്കിയാൽ ഈ എറണാകുളത്തും ഇടുക്കിയിലും മലപ്പുറത്തും പത്തനംതിട്ടയിലും വയനാട്ടിലും കിട്ടിയിട്ടുള്ള സീറ്റ് മേൽക്കൈ വെച്ചാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് വലിയൊരു സ്വീപ്പ് ഈ ഒരു ജില്ലകളിൽ ഉണ്ടാകും എന്നത്. എറണാകുളത്ത് മുഴുവൻ സീറ്റും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായി വന്നതാണ്. ഇടുക്കിയിൽ മുഴുവൻ സീറ്റ് UDFന് അനുകൂലമായി വന്നതാണ്. വയനാട്ടിൽ മുഴുവൻ സീറ്റ് UDFന് അനുകൂലമായി വന്നതാണ്. പക്ഷേ ആ ഒരു പാറ്റേൺ മാറാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ മുന്നേറ്റമാണ് സംസ്ഥാനത്തുണ്ടായത്. ആ ഒരു സീറ്റ് വെച്ച് നോക്കിയാൽ ഏതാണ്ട് 111 സീറ്റ് UDFന് കിട്ടണം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ അത് 76 സീറ്റായി കുറഞ്ഞു. 80 തികച്ചു വന്നില്ല, 76 സീറ്റായി UDFന് അത് കുറയുകയാണ് ഉണ്ടായത്. 87 സീറ്റിലേക്ക് അത് പല കണക്കുണ്ട്. ജില്ലാ പഞ്ചായത്താണെങ്കിൽ 80-ൽ താഴെ. എന്നാൽ ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കൂടെ കൂട്ടുകയാണെങ്കിൽ 87. അപ്പോൾ ആ നിലയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വോട്ടിംഗ് പാറ്റേൺ അവിടെ മാറിയിട്ടുണ്ട്. അപ്പോൾ നിയമസഭയിലേക്ക് വരുമ്പോൾ അവിടെ നിന്നും അതൊരു ഷിഫ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഈ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ചുകൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താനേ സാധിക്കില്ല. കാരണം വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ച് നമ്മൾ ഈ അടുത്ത കാലത്തെ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ നോക്കിയാൽ വോട്ടിംഗ് ശതമാനം ഉയർന്ന പല സംസ്ഥാനങ്ങളിലും, അതിപ്പോൾ ഏറ്റവും ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള ബീഹാറിലാണെങ്കിൽ 10% വോട്ടിംഗ് ശതമാനത്തിൽ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. 57% കഴിഞ്ഞ 2020 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനമെങ്കിൽ ഇപ്പോൾ 2025 അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ 67% വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി. പക്ഷേ എന്താ സംഭവിച്ചത്? വലിയ പരാജയത്തിൽ അവിടെ പ്രതിപക്ഷം മാറുകയുണ്ടായത്. അതായത് 2020 ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ തകർച്ചയാണ് അവിടെ പ്രതിപക്ഷത്തിന് നേരിടേണ്ടി വന്നത്. ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ, വോട്ടിംഗ് ശതമാനത്തിൽ ഉയർച്ചയുണ്ടായി. പക്ഷേ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം പോലും അവിടെ കോൺഗ്രസ് സഖ്യത്തിന് ഉണ്ടാക്കാൻ സാധിച്ചു. രാഷ്ട്രീയ മാറ്റം ഉണ്ടായതിനിടയ്ക്ക് പ്രതിപക്ഷ ചേരി പിരിഞ്ഞു. അല്ല, നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യമാണ്. അല്ല, അതിന് തൊട്ട് മുൻപേ രാഷ്ട്രീയ മാറ്റം വന്നതുകൊണ്ട് തന്നെ ആ പെർസെൻറ്റേജ് ആപ്ലിക്കബിൾ അല്ലല്ലോ അവിടെ. അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ബീഹാറിൽ രാഷ്ട്രീയ മാറ്റം 2020 ശേഷം 20 ശേഷം എത്ര നേതാക്കൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്? അല്ല, നേതാക്കൾ മാറിയിട്ടുണ്ട്. പക്ഷേ 2020 അധികാരത്തിൽ വന്ന നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ തന്നെയാണല്ലോ. അപ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനവും 2025 വോട്ട് ശതമാനവും താരതമ്യം ചെയ്താൽ 10% വ്യത്യാസമുണ്ട്. ഈ 10% വ്യത്യാസം ഉണ്ടായി എന്നത് അവിടെ ഒരു ഭരണമാറ്റത്തിൻ്റെ സൂചനയായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നോക്കിയാലും സമാനമായ സാഹചര്യം തന്നെയാണ്. അപ്പോൾ വോട്ട് ശതമാനം ഉയർന്നു എന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഒരു അനുകൂല തരംഗമുണ്ടായി എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. ഇവിടെ ഉയർന്നിട്ടില്ല, വലിയ തോതിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. വെറും 2% വ്യത്യാസം മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. സുനിൽ, 2,08,00,000 വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. അത് 2,13,00,000 എന്ന് പറഞ്ഞാൽ 5 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസമാണ് ടോട്ടൽ മണ്ഡലത്തിലുള്ളത്. 140 മണ്ഡലത്തിൽ നോക്കിയാൽ അതുമാത്രം എന്താണെന്ന് പറഞ്ഞാൽ അത് ചില മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ സ്റ്റേറ്റിൽ ബാധിച്ചിട്ടില്ല. ചില മണ്ഡലങ്ങളിൽ 10% വ്യത്യാസം വരെ വന്നിട്ടുണ്ട്.
അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കിയാൽ നമുക്ക് അങ്ങനെ ഒരു വോട്ട് ശതമാനം വർദ്ധിച്ചു എന്നത് ഒരു UDF അനുകൂലമായ തരംഗമായിട്ടുണ്ടോ എന്ന് നമുക്കിപ്പോഴും പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രവചനാതീതം എന്ന് പറഞ്ഞത്. ഏതായാലും ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ജില്ലകളിൽ ഇതിനകം തന്നെ UDF മേൽക്കൈ നേടിയ ജില്ലകളാണ്. അതേസമയം കോഴിക്കോട്ടും പാലക്കാട്ടും തിരുവനന്തപുരത്തും ഒരുപക്ഷെ വലിയ അട്ടിമറി ഉണ്ടാവുകയാണെങ്കിൽ, അത് തൃശ്ശൂരിലും വലിയ അട്ടിമറി ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ, ശതമാനം വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ സമീപകാലം നടന്നിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2000-ൽ താഴെ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ള സീറ്റുകൾ പരിശോധിച്ചു. LDFന് മേൽക്കൈ കിട്ടിയ 2000-ൽ താഴെ മേൽക്കൈ കിട്ടിയ മണ്ഡലങ്ങൾ പരിശോധിച്ചു. അത് ഉദുമയുണ്ട്, അതുപോലെ തന്നെ ബാലുശ്ശേരിയുണ്ട്, കൊച്ചിയുണ്ട്, ചങ്ങനാശ്ശേരി, അരൂർ, ഉടുമ്പൻചോല, കോന്നി, അടൂർ, അതുപോലെ തന്നെ ഇരവിപുരം. ഈ 10 മണ്ഡലങ്ങളിലാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ലീഡ് ചെയ്തത്. പക്ഷേ 2000-ന് താഴെയാണ്. പലയിടത്തും 1110, അതുപോലെ 1227, അങ്ങനെ 1190, 525, 196 ഒക്കെയാണ്. ഒരുപക്ഷേ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടന്നാൽ ഈ പെർസെൻറ്റേജ് മാറാം. കാരണം UDF ലീഡ് ചെയ്യുന്നത് വളരെ ചെറിയ ശതമാനത്തിനാണ്. അപ്പോൾ അവിടെ അപ്പോഴും ഒരു ടൈറ്റ് ഫൈറ്റിൻ്റെ സൂചന ഈ ഒരു വോട്ട് ശതമാനത്തിലുണ്ട്. ഇനി LDF ലീഡ് ചെയ്തിട്ടുള്ള മണ്ഡലങ്ങൾ അങ്ങനെ നോക്കിയാൽ 6 അതും ഇതുപോലെ 2000-ൽ താഴെ വോട്ട് ശതമാനം വരുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 16 മുതൽ 20 വരെ സീറ്റുകളിൽ ശക്തമായ മത്സരം നടക്കുന്ന ഒരു സാഹചര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് വലിയ മാറ്റമൊന്നും അസംബ്ലിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ നെക്ക് ടു നെക്ക് ഫൈറ്റ് ഏതാണ്ട് 20-ലധികം മണ്ഡലം അല്ലെങ്കിൽ 20ഓളം മണ്ഡലങ്ങളിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കൃത്യമായി ഈ ഒരു വലിയൊരു ഭരണമാറ്റത്തിൻ്റെ സൂചന സംസ്ഥാനത്തുണ്ടായി എന്ന് ഈ ഒരു വോട്ട് പെർസെൻറ്റേജ് വെച്ച് നമുക്ക് വിലയിരുത്താൻ കഴിയുകയില്ല. മാത്രമല്ല, നേരത്തെ അരുൺ സാർ പറഞ്ഞതുപോലെ തന്നെ BJP ശക്തമായ മത്സരം കാഴ്ചവെച്ച സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ വോട്ട് ശതമാനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അതുകൊണ്ട് സർക്കാരിനെതിരെ ഏതെങ്കിലും വിധത്തിലൊരു ഭരണവിരുദ്ധ വികാരം, ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൽ ഒരു വലിയ പോർഷൻ വോട്ട് BJPയിലേക്ക് മാറാനുള്ള സാധ്യതയുമുണ്ട്. അതും ഇവിടെ ഈ പറഞ്ഞ പോലെയുള്ളൊരു ഭരണമാറ്റത്തിൻ്റെ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഏതായാലും നമുക്ക് ഏതെങ്കിലും പക്ഷത്താണ് ഇപ്പോൾ കേരളത്തിലെ ജനവിധി എന്ന് ഇപ്പോൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഓക്കെ. Meet the editors.